ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ എൻഡിഎ യോഗം ചേർന്നു. ടിഡിപി ജെഡിയു നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് രാജിക്കത്ത് കൈമാറി. പുതിയ സർക്കാർ രൂപീകരിക്കും വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരാൻ നിർദ്ദേശം നൽകി രാഷ്ട്രപതി. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ന്യൂഡൽഹിയിൽ ഇന്ന് INDIA യോഗം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷി നേതാക്കളും യോഗത്തിനായി എത്തിച്ചേർന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നിഷേധിച്ച് ഡൽഹി കോടതി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾക്കായി NDA ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ NDA ഘടകകക്ഷി നേതാക്കൾ പങ്കെടുത്തു. തെലുഗുദേശം പാർട്ടി അധ്യക്ഷൻ N. ചന്ദ്രബാബു നായിഡു, JDU അധ്യക്ഷനും ബിഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ, LJP രാംവിലാസ് അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 292 സീറ്റുകളിൽ വിജയം നേടിക്കൊണ്ടാണ് മോദി സർക്കാർ മൂന്നാം തവണയും ഭരണ തുടർച്ച ഉറപ്പാക്കിയത്. 240 സീറ്റുകളിൽ വിജയം നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ NDA സഖ്യകക്ഷികളായ TDP 16 സീറ്റിലും JDU 12 സീറ്റിലും വിജയിച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് NDA നിയുക്ത എംപിമാരുടെ യോഗം വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ ചേരും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് രാജിക്കത്ത് കൈമാറി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജി അംഗീകരിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കും വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരാൻ രാഷ്ട്രപതി നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിസഭയുടെ അവസാന യോഗത്തിന് ശേഷമാണ് ശ്രീ മോദി രാഷ്ട്രപതി ഭവനിലെത്തിയത്. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം 17ാം ലോക്സഭ പിരിച്ചുവിടുന്നതിനുള്ള ഉത്തരവിലും രാഷ്ട്രപതി ഒപ്പുവച്ചു. സ്ഥാനമൊഴിയുന്ന മന്ത്രിസഭാംഗങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി ഔദ്യോഗിക വിരുന്നു നൽകും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത INDIA ഘടകകക്ഷി നേതാക്കളുടെ യോഗം ന്യൂഡൽഹിയിൽ ഉടൻ ആരംഭിക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലാണ് യോഗം. സർക്കാർ രൂപീകരണത്തിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, ശരത് പവാർ, MK സ്റ്റാലിൻ, അഭിഷേക് ബാനർജി, സഞ്ജയ് സിംഗ് തുടങ്ങിയ ഘടകകക്ഷി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ 233 സീറ്റുകളിലാണ് INDIA വിജയം നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണങ്ങൾ ആഴത്തിൽ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്നും സർക്കാർ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ BJPയുടെ വിജയം ഗൌരവമായി കാണുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം UDFന് അനുകൂലമായ ജനവിധി സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടുന്നതിൽ UDF വിജയിച്ചതായും അദ്ദേഹം പറഞ്ഞു. 1968ലെ കേരള റവന്യൂ റിക്കവറി നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി. നികുതി കുടിശ്ശികയുടെ പലിശ ഈടാക്കുന്നത് കുറയ്ക്കുക, ജപ്തി വസ്തുവിന്റെ വിൽപ്പന വിവരങ്ങൾ ഓൺലൈനായി പ്രസിദ്ധപ്പെടുത്തുക, റവന്യൂ റിക്കവറിയിൽ തവണകൾ അനുവദിക്കാൻ സർക്കാരിന് അനുമതി നൽകൽ തുടങ്ങിയവയാണ് ബില്ലിലെ പ്രധാന ഭേദഗതികൾ. കേരള തീരത്ത് ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നിഷേധിച്ച് ഡൽഹി കോടതി. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 7 ദിവസത്തെ ഇടക്കാല ജാമ്യത്തിന് അദ്ദേഹം റൌസ് അവന്യൂ കോടതിയെ സമീപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി കെജ്രിവാളിന് സുപ്രീംകോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം ഈ മാസം 2-ന് അവസാനിച്ചിരുന്നു. സ്ഥിരം ജാമ്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷ കോടതി മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. റായൽസീമയ്ക്കും കർണാടക തീരത്തിനും മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴികളുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴ തുടരും. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും
നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. എറണാകുളം തൃക്കാക്കരയിൽ കഴിഞ്ഞ മാസം 28-നുണ്ടായ കനത്ത മഴ മേഘവിസ്ഫോടനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കുസാറ്റ് ക്യാമ്പസിലെ മാപിനിയിൽ 28-ന് രാവിലെ 9:30-നും 10:30-നും ഇടയ്ക്കുള്ള ഒരു മണിക്കൂറിൽ 103 മില്ലിമീറ്റർ മഴ പെയ്തതായാണ് രേഖപ്പെടുത്തിയത്. സമീപ പ്രദേശമായ കളമശ്ശേരിയിൽ ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇത് മേഘവിസ്ഫോടനമായി കണക്കാക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുതലപ്പൊഴി അഴിമുഖം തൽക്കാലം അടച്ചിടില്ലെന്ന് സർക്കാർ തീരുമാനം. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വിളിച്ച യോഗത്തിൽ ഹാർബർ അടച്ചിടുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾ കണക്കിലെടുത്ത് മുതലപ്പൊഴി ഹാർബർ 2 മാസ കാലയളവിലേക്ക് അടച്ചിടാൻ ഫിഷറീസ് വകുപ്പ് നേരത്തെ ശുപാർശ നൽകിയിരുന്നു. കടൽക്ഷോഭ സമയങ്ങളിൽ മുതലപ്പൊഴി ഹാർബർ വഴി മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് പോകുന്നത് തടയുവാൻ പ്രാദേശിക സമിതികൾ രൂപീകരിക്കുവാനും ഇവിടെ പുലിമുട്ട് നിർമ്മിക്കുന്ന പ്രവൃത്തികൾ വേഗത്തിലാക്കുവാനും ചർച്ചയിൽ ധാരണയായി. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വഴുതക്കാട് വനം ആസ്ഥാനത്ത് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണെന്നും ഇത് ബോധവൽക്കരിക്കുന്നതിലൂടെ മാറ്റിയെടുക്കണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ 2022-23 സാമ്പത്തിക വർഷത്തിലെ ലാഭവിഹിതമായ 62.56 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് മന്ത്രി വീണ ജോർജ് കൈമാറി. മികച്ച പ്രവർത്തനങ്ങളിലൂടെ തുടർച്ചയായി ലാഭത്തിലെത്തിയ സ്ഥാപനമാണ് വനിതാ വികസന കോർപ്പറേഷനെന്ന് മന്ത്രി പറഞ്ഞു. 2022-23 സാമ്പത്തിക വർഷത്തിൽ വനിതാ വികസന കോർപ്പറേഷന് 5.5 കോടി രൂപയുടെ ലാഭമാണ് ലഭിച്ചത്. സംസ്ഥാനതല അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്തെ ചൂഴംപാല മാതൃകാ അങ്കണവാടിയിൽ നാളെ നിർവഹിക്കും. ചടങ്ങിൽ വി കെ പ്രശാന്ത് എംഎൽഎ അധ്യക്ഷത വഹിക്കും. സ്കൂളിൽ ഉൽപാദന കേന്ദ്രമൊരുക്കി ചരിത്രം രചിക്കാൻ തയ്യാറായി ഇടുക്കി പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പൂക്കുട എന്ന പേരിൽ ആരംഭിച്ച സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം ഗാന്ധിജി വിഭാവനം ചെയ്ത തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വിദ്യാലയത്തിലൂടെ ലഭ്യമാക്കുന്നതിനാണ് സ്കൂൾ പ്രൊഡക്ഷൻ സെന്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും അമ്മമാർക്കും ഏതെങ്കിലും ഒരു തൊഴിൽ പരിശീലിപ്പിച്ച് നൽകും. ഇതിന്റെ തുടർച്ചയായുള്ള ഉൽപ്പന്നം സ്കൂൾ പ്രൊഡക്ഷൻ സെന്ററിലൂടെ വിൽപ്പന നടത്തി അതിലൂടെ വരുമാനം കണ്ടെത്താനുമാകും. ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ, LED ബൾബ്, ആഭരണങ്ങൾ, ഡിറ്റർജന്റ് എന്നിവയെല്ലാം പ്രൊഡക്ഷൻ സെന്ററിൽ നിന്നും ലഭ്യമാക്കും. ഓൺലൈൻ, ഓഫ്ലൈൻ മാർക്കറ്റുകളിലൂടെ ഇവിടെ നിന്നും പ്രൊഡക്റ്റുകൾ വാങ്ങാനും അവസരമുണ്ട്. വിദ്യാലയവും വിദ്യാർത്ഥികളും നടത്തുന്ന സാമൂഹിക ഇടപെടലിലൂടെ വേറിട്ട പ്രവർത്തന മാതൃകകൾ സൃഷ്ടിക്കാനാകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. കാസർഗോഡ് കാരടുക്ക കാർഷിക സഹകരണ സംഘത്തിൽ നിന്ന് 4.76 കോടി രൂപ തട്ടിച്ച കേസിലെ പ്രധാന പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. സംഘം സെക്രട്ടറി രതീഷ്, പങ്കാളി ജബ്ബാർ എന്നിവരെയാണ് തമിഴ്നാട് നാമക്കലിൽ നിന്ന് പോലീസ് സംഘം പിടികൂടിയത്. കേസിൽ 3 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അയർലൻഡിനെ നേരിടും. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 2303 പോയിന്റ് ഉയർന്ന് 74,382-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 736 പോയിന്റ് നേട്ടത്തിൽ 22,620-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 160 രൂപ കുറഞ്ഞ് 53,280-ഉം ഗ്രാമിന് 20 രൂപ താഴ്ന്ന് 6,660 രൂപയുമാണ് ഇന്നത്തെ വില. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ഇൻബോർഡ് വള്ളവും 31 മത്സ്യത്തൊഴിലാളികളെയും ബേപ്പൂർ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. ബേപ്പൂർ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ നാഥൻ എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ തകരാറായി പരപ്പനങ്ങാടി ഭാഗത്ത് കടലിൽ കുടുങ്ങിയ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാരുണ്യ മറൈൻ ആംബുലൻസിന്റെ സഹായത്തോടെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ എൻഡിഎ യോഗം ചേർന്നു. ടിഡിപി ജെഡിയു നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് രാജിക്കത്ത് കൈമാറി. പുതിയ സർക്കാർ രൂപീകരിക്കും വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരാൻ നിർദ്ദേശം നൽകി രാഷ്ട്രപതി. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ന്യൂഡൽഹിയിൽ ഇന്ന് INDIA യോഗം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷി നേതാക്കളും യോഗത്തിനായി എത്തിച്ചേർന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നിഷേധിച്ച് ഡൽഹി കോടതി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.